ശാലിനിയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. അതിനുശേഷം അവളുടെ അപ്പൂപ്പനാണ് അവളെ വളർത്തിയത്. ശാലിനി വളർന്നു വലുതായപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ നല്ല വീടുകളിൽ നിന്നും ബന്ധങ്ങളും വരുന്നു. അവളുടെ കല്യാണവും ഫിക്സ് ചെയ്തു. കല്യാണാലോചനകൾ വന്നപ്പോൾ അടുത്തുള്ളവർ അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല. അവരെന്തൊക്കെ പറയുന്നോ അതൊക്കെ ചെയ്യണം. അവർ പറയുന്നതനുസരിച്ചാൽ ജീവിച്ചു പോകാം, കേട്ടല്ലോ. ഒരിക്കൽ ശാലിനിയുടെ കൂട്ടുകാരി പൂർവി കാണാനെത്തി. എന്താ കാര്യം? എന്റെ കൂട്ടുകാരിയും വധുവാകാൻ പോകുന്നു. എന്നാൽ കേട്ടോ, ഈ അമ്മായിയമ്മമാരുണ്ടല്ലോ ഭയങ്കര സാധനങ്ങളാ. എപ്പോഴും ശല്യം ചെയ്തോണ്ടേയിരിക്കും. അല്ലടി, എന്റെ അമ്മായിയമ്മ വളരെ നല്ലവളാ. ഞാൻ മകളെപ്പോലെയാണെന്നാ പറയാറ്. അയ്യോ, എല്ലാ അമ്മമാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം മരുമക്കളെ വേലക്കാരിയാക്കി മാറ്റും. അവളുടെ വാക്കുകൾ കേട്ട് അവൾ പേടിച്ചുപോയി. അങ്ങനെ കാലങ്ങൾ കടന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ പുതിയ വീട്ടിലേക്കും പോയി. അവിടെ അവളുടെ അമ്മായിയമ്മ അമ്മയെപ്പോലെ പെരുമാറി. നയനോ, ഇന്ന് നിന്റെ ചേട്ടത്തിയുടെ ആദ്യ അടുക്കളയാണ്. അതുകൊണ്ട് നീ ഇന്ന് ഇവളുടെ കൂടെ സഹായത്തിന് ഇവിടെ നിൽക്കണം. എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ശരിയമ്മേ. കുറച്ചു സമയങ്ങൾക്കു ശേഷം ശാലിനി പേടിച്ച് എല്ലാവർക്കും പരിചരിച്ചു. എല്ലാവർക്കും അവളുടെ ഭക്ഷണം ഇഷ്ടമായി. ആഹാ മോളെ, നീ എന്തു നല്ല ഭക്ഷണമോ ഉണ്ടാക്കിയത്. നിനക്ക് ഈ അമ്മയും ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമോ? സത്യമായിട്ട് മോളെ കൊള്ളാം. ശരി മോളെ, ഇപ്പോൾ നീയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ഞങ്ങൾ മരുമക്കളെ മകളെ പോലെയാണ് കാണുന്നത്. നീ എന്നു മുതൽ ഈ വീട്ടിലെ മകളായോ? അതുകൊണ്ട് നീയും ഇരിക്കണം. കഴിച്ചതിന് ശേഷം, നയനെ, നിന്റെ ചേട്ടത്തി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? അവളിപ്പോൾ ക്ഷീണിച്ചു കാണും. അതുകൊണ്ട് അവൾക്ക് തനിയെ പാത്രം കഴുകാൻ പറ്റില്ല. നീ പോയി ഒന്ന് സഹായിക്ക്. പക്ഷേ അമ്മ, എനിക്കിപ്പോൾ കോളേജിൽ പോകണ്ടേ? വൈകിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ചേച്ചിയെ സഹായിക്കാം. താങ്ക് ഗോഡ്, ഞാൻ പെണ്ണല്ല. അല്ലെങ്കിൽ അമ്മ വീട്ടുപണി എന്നെക്കൊണ്ടും ചെയ്യിച്ചേനെ. ജോലിയൊക്കെ നിനക്കും ചെയ്യാം. നിനക്ക് അവധിയുള്ള ദിവസം നീ പോയി റേഷൻ വാങ്ങിച്ചോണ്ട് വരണം. പിന്നെ കൂടെ എന്റെ മരുമകളെ എവിടെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്? രണ്ടുപേരും നന്നായി സംസാരിച്ചാലേ പരസ്പരം മനസ്സിലാക്കാനായി പറ്റൂ. കൊള്ളാമമ്മേ, അമ്മ സ്നേഹം കൊണ്ട് മരുമകളെ കീഴ്പ്പെടുത്തിയല്ലോ. എന്റെ മരുമകൾ അത്ര നല്ലവളാ. അങ്ങനെ ഒരിക്കൽ, നയന, നീ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ചേട്ടത്തിയും കൂടി കൊണ്ടുപോ. അവൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടായിരിക്കും. പോകുമോളെ, നയനയുടെ ഒപ്പം പൊക്കോ. പിന്നെ ഈ സാരി ഒന്നും ഉടുത്തുകൊണ്ട് പോകണ്ട. എന്തെന്നാൽ മോളിൽ എല്ലാവരും വെസ്റ്റേൺ ഡ്രസ്സുകൾ, ജീൻസ് ടോപ്പ് ഇടും. നീയും അത് തന്നെ ഇട്ടോ. നയനെ, നീ ചേട്ടത്തിക്ക് നല്ലൊരു ഡ്രസ്സ് കൊടുത്തേ. ശാലിനി തന്റെ നാത്തൂനോടൊപ്പം വെസ്റ്റേൺ ഡ്രസ്സുകൾ ധരിച്ച് മാളിലേക്ക് പോയി. അവിടെ അവൾ പൂർവിയെ കണ്ടു. ശാലിനി, നീ എന്തോരം മാറിയിരിക്കുന്നു. നിനക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് നീ ഇവിടെ? നിന്റെ അമ്മായിയമ്മ നിന്നെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇതൊക്കെ അമ്മയാ പറഞ്ഞത് ഇട്ടുകൊണ്ടു പോകാൻ. എന്താ? എനിക്ക് തോന്നുന്നു നീ വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെയാ ജീവിക്കുന്നത്. ഇല്ല, എന്റെ നാത്തൂനും അമ്മായിയമ്മയും വളരെ നല്ലവരാണ്. അയ്യോ, ഇതൊക്കെ ആദ്യമൊക്കെ കാണൂ. കുറച്ചു കഴിഞ്ഞ് നോക്കിക്കോ. ശരി, ഞാനിപ്പോൾ പോവുകയാ. അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തും. നോക്ക്, അവരെന്നെ പട്ടിണി കിടക്കുന്ന സിംഹത്തെ പോലെ നോക്കുന്നത് എന്നെ തിന്നുകളയും. പൂർവി അവിടെ നിന്നും പോയി. അങ്ങനെ വൈകുന്നേരമായി. സിനിമ കണ്ടതിനു ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. അമ്മേ, എനിക്ക് അരമണിക്കൂർ തരൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ ഗുളിക കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാവർക്കും ഡിന്നർ തരാം. അയ്യോ, നീ വിഷമിക്കണ്ട മോളെ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീയും ഗുളിക കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വാ, ഞാൻ നിന്റെ തലയൊന്ന് ശരിക്കും മസാജ് ചെയ്യാം. നിനക്ക് ശരിയായിക്കോളൂ. അയ്യോ, വേണ്ട വേണ്ട അമ്മേ, ഒരാവശ്യമില്ല. അമ്മ പറയുന്നത് തട്ടിക്കളയാൻ പാടില്ല. നാളെ എന്റെ ആരോഗ്യവും മോശമാകും. നീ എന്താ എന്നെ നോക്കില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരിക്കൽ ശാലിനിയുടെ പിറന്നാൾ വന്നു. അങ്ങനെ അവളുടെ അമ്മായിയമ്മയ്ക്കും ഈ കാര്യം മനസ്സിലായി. അവർ തന്റെ മകനോട് പറഞ്ഞ് ഒരു വലിയ പാർട്ടി തന്നെ നടത്തി. പിന്നെ എല്ലാ ബന്ധുക്കളെയും വിളിച്ചു, കൂടെ ശാലിനിയുടെ അപ്പൂപ്പനെയും. നീ വേഗം ഈ ഡ്രസ് ഇട്ടിട്ട് താഴേക്ക് വാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. എന്നെയും വിളിച്ചു കൊണ്ടുപോയി വാങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ത് നല്ലവളാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാലിനി താഴേക്ക് വന്നു. അവിടെ ഒരുപാട് ആൾക്കാരും ഒരു വലിയ കേക്കും ഇരിക്കുന്നു. ഇതെല്ലാം കണ്ട് ശാലിനിക്ക് സന്തോഷമായി. പെട്ടെന്ന് അവളുടെ കണ്ണ് തന്റെ അപ്പൂപ്പന്റെ മേൽ വീണു. അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ, സുഖമാണോ? ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ നീ മുത്തശ്ശനെയും മറന്നോ? എന്നാൽ നിനക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടിയില്ലേ? അതങ്ങനെ നടക്കുന്ന കാര്യമല്ല. എന്റെ മോളെ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കണ്ട് മുത്തശ്ശന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. പറഞ്ഞത് സത്യമാണ് അപ്പൂപ്പ. അമ്മയില്ലാത്ത എനിക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മ കിട്ടി. പിന്നെ ഈ വീട്ടിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്റെ മോളെ,
നീയും എന്റെ മോൾ തന്നെയാ. എന്നാൽ ഞാൻ നിനക്ക് ജന്മം തന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ നിന്റെ അമ്മ തന്നെയാണ്. നിനക്ക് ജന്മദിന ആശംസകൾ എന്റെ മോളെ. അവൾ സന്തോഷിച്ചു. കാരണം അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടി. ഇന്ന് മനോഹർലാലിന്റെ വീട്ടിൽ വിശേഷ ദിവസമായിരുന്നു. കാരണം ഇന്ന് പുതിയ മരുമകൾ വിശാഖയുടെ ഗൃഹപ്രവേശമാണ്. പുതിയ മരുമകൾ വന്നതിൽ എല്ലാവരും സന്തോഷിച്ചു. ആ സന്തോഷം രാഹുലിന്റെ മുഖത്തായിരുന്നു കൂടുതൽ തെളിഞ്ഞത്. എല്ലാവരും വിശാഖയെ അകത്തേക്ക് ക്ഷണിച്ചു. വിശാഖയുടെ മുഖം കാണിക്കൽ ചടങ്ങും നടന്നു. അവൾക്കതൊരു തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. എത്ര നേരം ഞാൻ ഇനിയും ഇരിക്കണം? നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് വേണം. അതിനിപ്പോൾ എന്താ മോളെ? ഒരു കാര്യം ചെയ്യാം, ഈ ചടങ്ങുകളൊക്കെ അങ്ങ് വേഗം തീർക്കാം. ഇപ്പോൾ ഭക്ഷണമുണ്ടാക്കി കഴിയും. നീ കുറച്ച് കഴിച്ചിട്ട് നിന്റെ മുറിയിലേക്ക് പൊയ്ക്കോ. സ്വാതി, മോൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്ക്. ശരിയമ്മേ. ചേച്ചി മുറിയിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. വിശാഖ മുറിയിൽ പോയി വിശ്രമിച്ചു. അവളുടെ നാത്തോൻ സ്വാതി അവൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. സ്വാതി, ഇതെന്താ? ഞാൻ ഇതൊന്നും കഴിക്കില്ല. ചേച്ചിക്ക് എന്ത് ഭക്ഷണമാ വേണ്ടത്? എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി, പിന്നെ കൂടെ മട്ടന്റെ കറിയും. ഇപ്പോൾ നോൺവെജ് കഴിക്കാനോ? ഞങ്ങളുടെ വീട്ടിൽ ആരും ചെയ്യില്ല. ഞങ്ങൾ നോൺവെജും കഴിക്കില്ല. എന്താ, ഇവിടെ നോൺവെജ് കഴിക്കില്ലെങ്കിൽ ഞാൻ ദിവസവും നോൺവെജ് കഴിക്കുന്ന ആളാ. എനിക്ക് നോൺവെജ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തു കഴിച്ചോളാം. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തോളാം. എനിക്ക് വിശക്കുന്നു. വിശാഖ, നിന്റെ അമ്മയും അച്ഛനും പറഞ്ഞത് നിന്റെ വീട്ടിൽ നോൺവെജ് കഴിക്കില്ലെന്നാണല്ലോ. പിന്നെ എന്തിനാ നോൺവെജിന്റെ കാര്യം പറയുന്നത്? അമ്മയും അച്ഛനും ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് നോൺവെജ് ആണ് ഇഷ്ടം. സമയം ഒരുപാട് വൈകി. നിൽക്കൂ, ഞാൻ നിങ്ങൾക്കും വേണ്ടി ഓർഡർ ചെയ്യാം. വിശാഖ അവൾക്ക് വേണ്ടി ഡിന്നർ ഓർഡർ ചെയ്ത് ബാഗിൽ നിന്നൊരു കുപ്പിയും എടുത്തു. സ്വാതി, എനിക്കൊരു കുപ്പി ഗ്ലാസ് കൊണ്ടുവരാമോ? രാഹുൽ, നിങ്ങൾ കുടിക്കുമോ? ഞാൻ കുടിക്കാൻ പോകുക. നല്ല ക്ഷീണം കാണില്ലേ? വേണമെങ്കിൽ ഒന്ന് കുടിച്ചോ. ക്ഷീണവും കുറഞ്ഞു കിട്ടും, നന്നായി ഉറങ്ങുകയും ചെയ്യാം. നീ മദ്യവും കുടിക്കുമോ? എനിക്ക് ഇതും അറിയില്ലായിരുന്നു. രാഹുൽ ചേട്ടാ, ചേച്ചിയുടെ ബാഗിൽ സിഗരറ്റുമുണ്ട്. ചേച്ചി സിഗരറ്റും കള്ളും കുടിക്കുമോ? ഹാ, ചെയ്യും. ഇതിലിപ്പോൾ ഷോക്കാകാൻ എന്താ ഉള്ളത്? എന്താ, എനിക്കിതൊന്നും ചെയ്തുകൂടാന്നുണ്ടോ? വാ, വന്നൊരു സിഗരറ്റ് വലിക്ക്. പിന്നെ നിനക്ക് സിഗരറ്റ് ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. പെട്ടെന്ന് രാഹുലിന്റെ അമ്മായിമാർ അങ്ങോട്ട് വന്നു. അവർ വിശാഖ സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും കണ്ടു. അയ്യേ, പുതിയ മരുമകൾ താണ്ടേ കള്ളും സിഗരറ്റും വലിക്കുന്നു. മോളെ, നീ ഇതിനൊക്കെ അടിമയല്ലേ? കൗസല്യ ചേച്ചിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്തു മരുമകളാ, വൃത്തികെട്ട സ്വഭാവം തന്നെ. അപ്പോൾ വിശാഖയുടെ ഓൺലൈൻ ഫുഡും വന്നു. ആന്റി, ഒരു ഓർഡർ ഉണ്ട് വിശാഖയുടെ പേരിൽ. ഈ സമയത്ത് വിശാഖയുടെ പേരിൽ ഫുഡ് ഓർഡറോ? ഇതിലെന്താ മോനെ? ആന്റി, ഒരു ചിക്കൻ ബിരിയാണിയും മട്ടൻ കറിയും, പിന്നെ ചിക്കന്റെ ഒരു റോസ്റ്റഡ് കബാബും. വിശാഖൻ നോൺ വെജ് ഓർഡർ ചെയ്തോ? അതും ഈ വീട്ടിൽ? മോനൊന്ന് നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. ചിലപ്പോൾ തെറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാകും. വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ചേച്ചി, അത് നിങ്ങളുടെ ഓർഡർ തന്നെയാ. ചേച്ചിയുടെ പുതിയ മരുമകൾ മാംസം ഓർഡർ ചെയ്തതാ. അകത്തു പോയി നോക്ക്, മരുമകൾ കള്ളും കുടിക്കുന്നുണ്ട്, സിഗരറ്റും വലിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വിശാഖയുടെ അമ്മായിയമ്മ അമ്പരപ്പോടെ പോയി. റൂമ് മുഴുവൻ സിഗരറ്റിന്റെ പുക കൊണ്ട് മൂടിയിരുന്നു. മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും മണം റൂമ് മുഴുവൻ നിറഞ്ഞിരുന്നു. രാത്രി സമയം ഒരുപാടായില്ലേ? നാളെ ഒരു കാര്യം ചെയ്യാം. വിശാഖയുടെ അമ്മയെയും അച്ഛനെയും വിളിക്കാം. പെട്ടെന്ന് സംസാരിക്കണം. അച്ഛാ, 1-2 ദിവസം കഴിയട്ടെ. ഞാൻ വിശാഖയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവളുടെ അമ്മയും അച്ഛനെയും വിളിക്കാം. രാഹുൽ പറഞ്ഞത് സത്യമാ. പെട്ടെന്ന് അമ്മയും അച്ഛനെയും വിളിച്ചു വരുത്തിയാലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. അത് നന്നാകില്ല. മരുമകൾ വന്ന് 2 ദിവസത്തിനുള്ളിൽ അമ്മയും അച്ഛനെയും വിളിച്ചു വരുത്തുന്നത്. രാഹുൽ കുറച്ചു ദിവസം വിശാഖയെ മനസ്സിലാക്കിപ്പിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. പക്ഷേ വിശാഖ രാഹുലിന്റെ വാക്ക് കേട്ടില്ല. അവൾ എന്നും അങ്ങനെ തന്നെ ചെയ്തു. ചിക്കനും മട്ടനും മീനും കഴിച്ചു. പതുക്കെ പതുക്കെ വാർത്ത നാട് മുഴുവൻ അറിഞ്ഞു. രാഹുൽ ആ കല്യാണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരിക്കൽ വീണ്ടും വിശാഖയോട് സംസാരിക്കാനായി ശ്രമിച്ചു. എന്നാൽ സംസാരിക്കുന്നതിനു മുൻപ് വിശാഖയെക്കുറിച്ചൊരു സത്യം അവന് മനസ്സിലായി. രാഹുലിനൊരിക്കൽ റെസ്റ്റോറന്റിൽ ഓഫീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വിശാഖ ഒരു പയ്യനുമായി ഇരിക്കുന്നതവൻ കണ്ടു. രാഹുൽ അവർ പറയുന്നത് കേട്ടു. അറിയാമോ, ഞാനും രാഹുലും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമേ ഇല്ല. ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ നിന്റേതാണ് മാനവ്. നിന്റേത് മാത്രമായിരിക്കും. എനിക്ക് ഒരാഴ്ച സമയം താ. ഞാൻ നിന്റെ അടുത്ത് വരാം. രാഹുലിന് കാര്യമെല്ലാം മനസ്സിലായിരുന്നു. അവൻ മനസ്സിലാക്കി വിശാഖ അവനെ സ്നേഹിക്കുന്നില്ല. വിശാഖയുമായുള്ള കല്യാണം ഒരു പറ്റിക്കലായിരുന്നു. രാഹുൽ വിശാഖയുടെ അമ്മയും അച്ഛനെയും വിളിച്ചു. വിശാഖേ, നിന്റെ തെറ്റല്ല. നിനക്ക് എന്നോട് പറയാമായിരുന്നു. നീ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു. നിനക്ക് ഇങ്ങനെയൊരു നാടകം കളിക്കേണ്ടിയും വരില്ലായിരുന്നു. അച്ഛാ, അമ്മേ,
ഞങ്ങൾ വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ പോകുക. വിശാഖെ, നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്ക്. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. താങ്ക് യു രാഹുൽ, താങ്ക് യു സോ മച്ച്. അച്ഛാ, അമ്മേ, ഒരിക്കൽ ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ട് തെറ്റായ തീരുമാനമെടുത്തു. ഇനിയില്ല, ഞാൻ മാനവിനെ കല്യാണം കഴിക്കാൻ പോകുക. എനിക്ക് അവന്റെ ഒപ്പമാണ് സന്തോഷം. രാഹുലിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. സോറി. അമ്മേ, അച്ഛ, സ്വാതി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. രാഹുൽ മാനവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി. അവളും മാനവിന്റെ കൂടെ ബൈക്കിലിരുന്നു പോയി. രാഹുലിന് വേറെ കല്യാണം കഴിഞ്ഞു, എന്നാൽ കുറച്ച് പാടുപെട്ടു. കല്യാണം കഴിഞ്ഞതിനു ശേഷം കല്യാണം അകന്നാൽ ബുദ്ധിമുട്ടിയേ മറ്റൊരു കല്യാണം നടക്കൂ. ആണിനായാലും പെണ്ണിനായാലും. മനസ്സിനിണങ്ങിയ ആളെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടുപേരുടെ ജീവിതവും ബുദ്ധിമുട്ടിലായി പോകും. എല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. കല്യാണം കഴിഞ്ഞ് 4 ദിവസം പോലും കഴിഞ്ഞില്ലല്ലോ, കല്യാണത്തിന് എന്തു പറ്റി? അങ്ങനെ എന്താ കുറവുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും തന്റെ കുട്ടികളുടെ കല്യാണം ആലോചിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കൊടുക്കുക. അപ്പോഴേ കല്യാണ ബന്ധം നിലനിൽക്കൂ. Thanks for watching.